ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന വിദൂര ദർശന പഠന പരിപാടിയുടെ ഭാഗമായുള്ള ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി സന്ധ്യ വിജയകുമാർ ടീച്ചറാണ്. സന്ധ്യ വിജയകുമാർ ടീച്ചറിനെ ആദരപൂർവ്വം അതിലേക്ക് ക്ഷണിക്കുന്നു. സ്വാമിജി നമസ്തേ. ഓം ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരായ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ നമഃ. സജ്ജനങ്ങളെ, ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യപ്പെടുന്ന കൃതി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായിട്ടുള്ള ശ്ലോകത്രയി എന്ന സംസ്കൃത കൃതിയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചിതമുള്ള ഒരു കൃതി ആയിരിക്കാൻ വഴിയില്ല. ഒരു പണ്ഡിതനായ ഗുരുവരിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ 3 പദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംസ്കൃത കൃതിയുടെ സാരാംശം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമിജിയാണ്. ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമിജി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ സന്യാസി പരമ്പരയിൽപ്പെട്ട സ്വാമിജിയാണ്. സ്വാമിജികൾ ട്രസ്റ്റ് ബോർഡ് അംഗമാണ്. ദീർഘകാലം കുറിച്ചി അദ്വൈത വിദ്യാശ്രമത്തിലെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഏറെ അറിയപ്പെടുന്ന ധർമ്മ പ്രബോധകനായ സ്വാമിജിയെ ഭക്തി ആദരപൂർവ്വം ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമസ്തേ സ്വാമിജി. പരമഗുരവേ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ശ്ലോകത്രയി എന്ന കൃതിയാണ് ഒരു ലഘു വിചാരത്തിന് വിധേയമാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ പെടുത്താവുന്ന ഒന്നാണ് ശ്ലോകത്രയി. ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മദർശനം തന്നെയാണ് ഉള്ളടക്കി വച്ചിരിക്കുന്നതെങ്കിലും ശാസ്ത്രചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നിലയിൽ ഗുരുപദർശനമാല എന്ന കൃതി രചിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മവിദ്യാ പഞ്ചകം രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ശുദ്ധമായ ശാസ്ത്രചിന്തയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ആത്മോപദേശ ശതകം പോലെയുള്ള കൃതികളിലാകട്ടെ ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ അനുഭൂതിയെ തികഞ്ഞ ശാസ്ത്രബോധത്തോടു കൂടി തന്നെ ആവിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു അനുഭൂതി സമ്പന്നമായ കൃതിയാണെന്നർത്ഥം. ഇവിടെ ശ്ലോകത്രയി തികച്ചും ശാസ്ത്രബോധത്തോടു കൂടി രചിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ അതിൻ്റെ തനിമയോടുകൂടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ലഘു കൃതിയാണ്. ത്രയി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം
3 ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ 3 ശ്ലോകങ്ങളാണ് ഈ ഒരു കൃതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ലഘുവായ കൃതികളിൽ പെടുന്നു. ഈ കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ കൂടുതൽ സൂക്ഷ്മമായ നിലയിൽ ഒരു വേദാന്തത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ മുൻനിർത്തി മാത്രമാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. അത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഗുരു ആത്മോപദേശ ശതകത്തിലൊരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, ഇതിൽ എങ്ങ് ചരിച്ചിടും പ്രമാണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ എങ്ങ് ചരിച്ചിടും പ്രമാണം. അപ്പൊ ഈ പ്രമാണങ്ങൾ എന്ന് പറയുന്ന വേദാന്തം അംഗീകരിച്ചിട്ടുള്ള അറിവിലേക്കുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ അറിവിൻ്റെ അനുഭൂതിയുടെ ആ തലത്തെ ആവിഷ്കരിക്കുന്ന, അറിവിലേക്ക് നയിക്കുന്ന ആ ഘടകങ്ങളെയാണ് ഇവിടെ പ്രമാണങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രമാണങ്ങൾ, വേദാന്തികൾ അംഗീകരിച്ചിട്ടുള്ള പ്രമാണങ്ങൾ പലതുണ്ട്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളൊക്കെ വേദാന്തികൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും പ്രപഞ്ച സത്യത്തെ അനുഭവമാക്കാൻ കഴിയില്ല. എത്ര നിങ്ങൾ പഠിച്ചാലും, എത്ര നിങ്ങൾ വേദാന്ത വിചാരങ്ങൾ നടത്തിയാലും, ഇതൊന്നും വേദാന്തം ലക്ഷ്യം വയ്ക്കുന്ന പരമസത്യത്തിൻ്റെ അനുഭൂതിയിലേക്ക് നിങ്ങളെ നയിക്കില്ല എന്നർത്ഥം. പാണ്ഡിത്യം കൊണ്ടോ യുക്തിവിചാരം കൊണ്ടോ ഒന്നും പരമമായ സത്യത്തെ അറിയുവാനായിട്ട് കഴിയില്ല എന്ന് ഈ ഒരു ശ്ലോകത്രയി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് ആത്മോപദേശ ശതകത്തിലെ ഒരു പദ്യത്തിൻ്റെ തന്നെ ആത്മോപദേശ ശതകത്തിലെ ഒരു പദ്യത്തിൻ്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് വേണമെങ്കിലത് പറയാം. ആത്മോപദേശ ശതകത്തിൽ 32-ാമത്തെ പദ്യം, അതിൽ ധർമ്മത്തെക്കുറിച്ചും ധർമ്മിയെക്കുറിച്ചും പറയുന്നു. അറിവത് ധർമ്മിയെയല്ല, ധർമ്മമാമി അരുളിയ ധർമ്മി അദൃശ്യമാകയാലെ ധരമുതലായവയൊന്നുമില്ല, താങ്ങൊന്നൊരു വടിവാം അറിവ് ഉള്ളതോർത്തിടേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു പദ്യത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഈ ശ്ലോകത്രയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഒരു പദ്യം, ആത്മോപദേശ ശതകത്തിലെ 32-ാമത്തെ ഈ പദ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ, പഠിച്ചാൽ ശ്ലോകത്രയെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ ധർമ്മം, ധർമ്മി എന്നിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ നേരത്തെ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഭൂരിപക്ഷം പേരും. അതുകൊണ്ട് മിക്കവാറും പേർക്കൊക്കെ ഈ ധർമ്മവും ധർമ്മിയും എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിയുന്നവരുമായി.
എങ്കിലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിൽ കാണും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് എന്താണ് ധർമ്മമെന്നും എന്താണ് ധർമ്മിയെന്നും മനസ്സിലാക്കാനായിട്ട് അല്പം അതൊന്ന് വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചു. ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് അറിവത് ധർമ്മിയെയല്ല ധർമ്മമാം, ഈ അരുളിയ ധർമ്മി അദൃശ്യമാകുക. നമുക്ക് ഈ ലോകത്ത് അറിയാൻ കഴിയുന്നത് ധർമ്മിയെയല്ല ധർമ്മത്തെയാണ്. ധർമ്മം എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാവുന്ന മറ്റൊരു വാക്ക് ഉപയോഗിക്കാം, ഗുണം എന്ന് പറയും. ഇതിനെല്ലാം ആധാരമായി നിൽക്കുന്ന പൊരുളിനെയാണ് ധർമ്മി എന്നോ ഗുണി എന്നോ പറയുന്നത്. അപ്പോൾ ഇതിനാധാരമായി നിൽക്കുന്ന സത്യം നമുക്ക് ചുറ്റും കാണുന്ന ഈ ലോകം എങ്ങനെയാണ് ഇരിക്കുന്നത്? എണ്ണമറ്റ നാമരൂപങ്ങളോട് കൂടിയതാണ് ഈ ലോകമെന്ന് അദ്വൈത ദീപികയിൽ ഗുരുദേവൻ പറയുന്നുണ്ട്. പേരായിരം പ്രതിഭയായിരം ഇങ്ങിവറ്റിൽ ആരാലഴും വിഷയം ആയിരമാം പ്രപഞ്ചം. അപ്പൊ ഈ ലോകമെന്ന് പറയുന്നത് എന്താണ്? അനേക രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അനേക ജീവജാലങ്ങൾ, ജീവനില്ലാത്തത്, ആ ജീവജാലങ്ങളിൽ തന്നെ ജലജീവികളുണ്ട്, വനജീവികളുണ്ട്, ആകാശജീവികളുണ്ട്, രണ്ടു കാലിൽ നടക്കുന്ന ജീവികളുണ്ട്, നാല് കാലിൽ നടക്കുന്ന ജീവികളുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വൈവിധ്യമാർന്ന രൂപങ്ങളോട് കൂടിയ ചലിക്കുന്നതും ചലിക്കാത്തതുമായ ദൃശ്യരൂപങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ലോകമെന്ന് പറയുന്നത് അനേകം നാമങ്ങളും അനേകം രൂപങ്ങളും കൂടിച്ചേർന്നതാണ്. നാമരൂപാത്മകമാണ് ഈ പ്രപഞ്ചം എന്നത്. നാമരൂപാത്മകമായിട്ടുള്ള പ്രപഞ്ചം. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ മുഖേനയാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ, പ്രപഞ്ചത്തെ അറിയാൻ കഴിയും. ഈ അറിയാൻ കഴിയുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഉപദേശകരുടെ 1-ാമത്തെ പദ്യത്തിൽ പറയുന്നുണ്ട്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നെ ഇരുവിലുമൊത്ത് പുറത്തമുജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ചെറുകര വീണണം. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ എല്ലാം നിലനിൽപ്പിന് ആധാരമായി നിൽക്കുന്ന പരമമായൊരു പൊരുളുണ്ട്. ആ പൊരുളിനെ കാണാൻ കഴിയില്ല 5 ഇന്ദ്രിയങ്ങൾക്ക്. അതുകൊണ്ട് 5 ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് നിരന്തരമായി ആ കരുവിനെ മുൻനിർത്തി അന്വേഷണം നടത്തുമ്പോഴാണ് ആ കരു നമുക്ക് വെളിപ്പെട്ടത്. പക്ഷെ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ മാത്രമാണ്. അതിന് പ്രപഞ്ചത്തിന് ആധാരമായി നിൽക്കുന്ന ഒരു പൊരുളുണ്ട്. ആ പൊരുളിനെ അറിയാൻ ഇന്ദ്രിയങ്ങൾ അപര്യാപ്തമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ നിലനിൽപ്പിന് ആധാരമായൊരു സത്യമുണ്ട്. അതിനെ നമുക്ക് ആത്മാവെന്ന് വിളിക്കും.
അല്ലെങ്കിൽ ബ്രഹ്മമെന്ന് വിളിക്കാം, ദൈവമെന്ന് വിളിക്കാം, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അള്ളാഹു എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ആ സത്യത്തെ നമുക്ക് വിളിക്കാം. ആ സത്യത്തെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക? ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയും, നമ്മുടെ ഈ ചെവി കൊണ്ട് ദൈവത്തെ ശ്രവിക്കാൻ കഴിയുന്നു, നമ്മുടെ ഈ ത്വക്ക് ദൈവത്തെ സ്പർശിക്കാൻ കഴിയുന്നു, നമ്മുടെ ഈ മൂക്കുകൊണ്ട് ദൈവത്തെ കാണിക്കാൻ കഴിയുന്നു? ഇല്ല, കഴിയില്ല. ഇന്ദ്രിയങ്ങൾ അഞ്ചും ദൈവത്തെ അറിയുന്നതിന് പര്യാപ്തമല്ല എന്നാണ് അനുഭവജ്ഞാനികൾ പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും അറിവെന്നും ഒക്കെ പല പേരുകളിൽ വിളിക്കുന്ന ആ സത്യം നമ്മിലും ഒരു പൊരുളായിട്ട് നിൽക്കുന്നു. ആത്മാവ് എന്നാണ് നമ്മൾ സാധാരണ നിലയിൽ അതിനെ പറഞ്ഞു പോരാറ്. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അത് നമ്മെക്കുറിച്ച് തന്നെയുള്ള അറിവാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ആത്മീയത എന്നും വിളിക്കും. അപ്പൊ ഈ ആത്മീയതയിലേക്ക് ആത്മാവിനെ അറിയുന്നതിന് ഇന്ദ്രിയങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് അനുഭവജ്ഞാനികൾ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ നമ്മിൽ ആത്മസ്വരൂപേണ കുടികൊള്ളുന്ന ആ സത്യത്തെയാണ് ധർമ്മി എന്ന് പറയുന്നത്. ധർമ്മി എന്ന് പറയും. നമ്മുടെ ബാഹ്യമായ രൂപവും നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന മറ്റ് സവിശേഷതകളും എല്ലാം ചേർത്ത് പറയുന്നതാണ് ധർമ്മം എന്ന്. സ്വാമിജി അതൊന്നുകൂടെ പറയാമോ? ധർമ്മം, ധർമ്മി. ധർമ്മി എന്ന് പറഞ്ഞാൽ നമ്മിൽ പൊരുളായി നിൽക്കുന്ന സത്യം, ആത്മാവ്, ധർമ്മി. ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യമായ രൂപവും അതോടൊപ്പം ബാഹ്യമായി പ്രകടമായി കാണുവാൻ കഴിയുന്ന സവിശേഷതകൾ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്ന നമ്മുടെ രൂപം, നമ്മുടെ നിറം, നമ്മുടെ ഉയരം, നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, ഇതൊക്കെ തന്നെ ധർമ്മം. ഇതിനെല്ലാം ആധാരമായി നമ്മുടെ ഈ ശരീരത്തിനും മറ്റ് ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ആധാരമായിട്ട് നിൽക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തെയാണ് ധർമ്മി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഇവിടെ പറഞ്ഞത്, നമുക്ക് അറിയാൻ കഴിയുന്നത്, അറിവത് ധർമ്മിയല്ല ധർമ്മമാം. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. നമുക്കറിയാൻ കഴിയുന്നത് ഒരാളെ കാണുമ്പോൾ ആ ആളുടെ രൂപത്തെക്കുറിച്ച് നമുക്കറിയാൻ കഴിയും, അയാളുടെ നിറത്തെക്കുറിച്ച് അറിയാൻ കഴിയും, അയാളുടെ ശരീരത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് അറിയാൻ കഴിയും, ശരീരത്തിന് എത്ര ഭാരമുണ്ടെന്നറിയാൻ കഴിയും. ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം കാരണമായി നിൽക്കുന്ന ഒരു പൊരുളുണ്ട്, അതിനെയാണ് ധർമ്മി എന്ന് പറയുന്നത്. ആ ധർമ്മിയെ നമുക്ക് കാണാൻ കഴിയും. ആ ധർമ്മിയെ കാണണമെങ്കിലാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി പെരുതെര വീണ് വണങ്ങി വേറുക. ആത്മോപദേശത്തിന്റെ തുടക്കത്തിൽ ഗുരു പറഞ്ഞു. അപ്പോൾ ധർമ്മി എന്നുള്ളത് അദൃശ്യമാണ്. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാല്. ഇത് ഈ മുനി നാരായണ പ്രസാദ് സ്വാമി സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണമാണ്. അത് ഈ സ്വർണത്തിന്റെ ഉദാഹരണമാണ്. നമ്മളാരെങ്കിലും സ്വർണം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നയാൾക്ക്
എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്നായിരിക്കും ആദ്യം ചിന്തിക്കുക. പക്ഷെ ഒന്ന് ആഴത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരെങ്കിലും സ്വർണം കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്നത് സ്വർണത്തെയാണോ സ്വർണത്തിന്റെ ഗുണങ്ങളെയാണോ? നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കാണുന്നത് സ്വർണത്തെയാണോ സ്വർണത്തിന്റെ ഗുണങ്ങളെയാണോ? സ്വർണത്തിന് മഞ്ഞ നിറമുണ്ട്. മഞ്ഞ നിറം എന്ന് പറയുന്നത് സ്വർണമാണോ സ്വർണത്തിന്റെ ഗുണമാണോ? സ്വർണത്തിന്റെ ഗുണമാണ് മഞ്ഞ നിറം. തിളക്കം, സ്വർണത്തിന് നല്ല തിളക്കമുണ്ട്. ആ തിളക്കം സ്വർണമാണോ എന്ന് ചോദിച്ചാൽ ആ തിളക്കം സ്വർണമല്ല, അത് സ്വർണത്തിന്റെ ഒരു ഗുണമാണ്. ഒരു രൂപം ഉണ്ടാകും, അത് വളയുടെ രൂപത്തിലാകാം, മാലയുടെ രൂപത്തിലാകാം, കമ്മലാകാം, പാദസരമാകാം, ഇത് രൂപത്തിൽ വേണമെങ്കിൽ. അപ്പൊ ആ രൂപം അത് സ്വർണമാണോ? അത് അതിന് താൽക്കാലികമായി കൈവന്നിരിക്കുന്ന ഒരു ഭാവം മാത്രം. അതിനെ വേണമെങ്കിൽ ഒരുക്കി കഴിഞ്ഞാൽ വേറെ രൂപത്തിലും ആക്കാം. അപ്പൊ ആ രൂപം സ്വർണമല്ല, സ്വർണത്തിന് താൽക്കാലികമായി കൈവന്നിരിക്കുന്ന ഒരു ഭാവം മാത്രമാണ്. അത് അതിൻ്റെ ഒരു ഗുണമാണ്, അഥവാ അതിൻ്റെ ഒരു ധർമ്മമാണ്. അപ്പൊ മഞ്ഞ നിറമെന്നുള്ളത് ധർമ്മമാണ്. ഈ ധർമ്മത്തിനെല്ലാം ആധാരമായി നിൽക്കുന്നതായി എന്താണോ ഉള്ളത്, അതിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന ഗുണങ്ങളെല്ലാം അഥവാ ധർമ്മങ്ങളെല്ലാം പ്രകടമായി. അപ്പൊ ആധാരമായി നിൽക്കുന്ന പൊരുളിനെ നമ്മൾ അറിയുന്നുണ്ടോ? അതിനെ നമുക്ക് കാണാൻ കഴിയുമോ? സ്വർണത്തെ നമുക്ക് കാണാൻ കഴിയുമോ? സ്വർണത്തെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർണത്തിന്റെ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ എല്ലാം തന്നിൽ അടക്കി നിർത്തിയിരിക്കുന്ന ഒന്നുണ്ട്, അതിനെയാണ് ഗുണി അഥവാ ധർമ്മി എന്നൊക്കെ പറയുന്നത്. ഈ ധർമ്മിയെ നമുക്കൊരിക്കലും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അറിവത് ധർമ്മിയയല്ല. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ കാണുന്നത് ആധാരമായി നിൽക്കുന്ന ധർമ്മിയെ അല്ല, അറിയുന്നത് ധർമ്മത്തെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഒരു ബന്ധു, അച്ഛനാകാം, അമ്മയാകാം, ആരുമാകാം. അപ്പൊ അവരെ നോക്കുക, നിങ്ങൾ അവരെ അറിഞ്ഞിട്ടുണ്ട്. അത് കാണുന്നത് അവരുടെ രൂപമല്ലേ കാണുന്നത്. ആ രൂപം കാണാം, നേരത്തെ സൂചിപ്പിച്ച അവരുടെ ഉയരം കാണാം, അവരുടെ വണ്ണം അറിയാം, അവരുടെ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണാം. ഇതൊക്കെയാണോ ആ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ ആ വ്യക്തി. ഈ ഗുണങ്ങളെയെല്ലാം ഉള്ളടക്കി വെച്ചിരിക്കുന്ന ഒരു ധർമ്മി അഥവാ ഒരു ഗുണി ആ വ്യക്തിയിൽ കുടികൊള്ളുന്നുണ്ട്. ആ കുടികൊള്ളുന്ന ആ സ്വരൂപത്തെയാണ് ധർമ്മി എന്ന് പറയുന്നത്, അഥവാ ഗുണി എന്ന് പറയും. ആ ഗുണിയെ നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? ആ ഗുണിയെ നമുക്കറിയാൻ കഴിയുന്നില്ല. എന്നാൽ ആ ഗുണിയെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും അറിയാൻ കഴിയുന്നില്ല എന്നാണ് വസ്തുത എങ്കിൽ, അറിയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ കഴിയും. ആലോചിച്ച് നോക്കുക, അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ കഴിയും. ഇതിനെല്ലാം ആധാരമായി നിൽക്കുന്ന ഒരു പൊരുൾ ഇല്ല എന്ന് പറയാൻ കഴിയുന്നു. ഇല്ല എങ്കിൽ പിന്നെ അതില്ല. ഇപ്പൊ സ്വർണം എന്ന് നേരത്തെ സൂചിപ്പിച്ചു, സ്വർണത്തിന്റെ ഗുണങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഗുണങ്ങളാണ് അതിൻ്റെ രൂപവും അതിൻ്റെ നിറവും അതിൻ്റെ തിളക്കവും ഒക്കെ. അതൊക്കെ അതിൻ്റെ ധർമ്മങ്ങളാണ്. ആ ധർമ്മങ്ങൾ എല്ലാം ഉള്ളടങ്ങി നിൽക്കുന്നത് ധർമ്മിയായ സ്വർണത്തിലാണ്.
അപ്പൊ ഈ സ്വർണത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട്, അഥവാ ധർമ്മിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അത് ഉള്ളത് കൊണ്ടാണ് അതിന്റെ ധർമ്മത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ആകവെയുള്ള ഈ പ്രപഞ്ചത്തെയും അതേ അർത്ഥത്തിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എണ്ണമറ്റ നാമരൂപങ്ങളോട് കൂടിയത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എണ്ണമറ്റ നാമരൂപങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ കാണുന്നത് ഈ ഓരോ നാമരൂപങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ, ഒരു വൃക്ഷത്തെ എടുത്തു കഴിഞ്ഞാൽ, മുമ്പിൽ നിൽക്കുന്ന, മുറ്റത്ത് നിൽക്കുന്ന ഒരു മാവിനെ ചൂണ്ടി ഇത് മാവാണ് എന്ന് നമുക്ക് പറയാം. മാമ്പഴങ്ങൾ, അതിൽ തൂങ്ങി നിൽക്കുന്ന മാമ്പഴങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ തന്നെ അതിൻ്റെ ധർമ്മങ്ങളാണ്. ഈ ധർമ്മങ്ങളെല്ലാം ഉള്ളടക്കി നിർത്തിയിരിക്കുന്ന എന്താണോ ഉള്ളത് അതിനെയാണ് മാവ് എന്ന് പറയുന്നത്. അതാണ് ധർമ്മി. അപ്പൊ ഈ ധർമ്മിയെ നമുക്കൊരിക്കലും, മാവിനെ നമുക്കൊരിക്കലും കാണാൻ കഴിയും. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്വർണമാലയിൽ സ്വർണത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ധർമ്മങ്ങളെ, അതിൻ്റെ ഗുണങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നുകൂടി ആലോചിക്കുക, ആകവെയുള്ള പ്രപഞ്ചത്തെ ഇങ്ങനെയൊന്ന് എടുത്തു നോക്കുക. ആകവെയുള്ള പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന ഒരു പൊരുളുണ്ട്. ആ പൊരുളിനെയാണ് ധർമ്മി എന്ന് പറയുന്നത്. ഈ ധർമ്മിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്ക് കാണാൻ കഴിയുന്നത് ധർമ്മത്തെയാണ്. എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളോട് കൂടിയ, നേരത്തെ സൂചിപ്പിച്ച പേരായിരം, പ്രതിഭയായിരം, ഇങ്ങിവറ്റിൽ ആരാലിടും വിഷയമായിരമാം പ്രപഞ്ചം. എണ്ണമറ്റ നാമരൂപങ്ങളോട് കൂടിയ ഈ ദൃശ്യപ്രപഞ്ചത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഗുണങ്ങൾക്കെല്ലാം ആധാരമായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് അദൃശ്യമാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം അനേക നാമരൂപങ്ങളോടുകൂടി പ്രകാശിച്ചു നിൽക്കുന്നത്. അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ആധാരമായ പൊരുൾ, ധർമ്മി, ഗുണി എന്നൊക്കെ പറയുന്ന ആധാര സത്യത്തെ നമുക്കൊരിക്കലും കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചത്തിനൊരു കാരണസ്വരൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രപഞ്ചത്തിനൊരു കാരണമുണ്ട്. ആ കാരണം അദൃശ്യമാണ്. അതിനെ അറിയണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? അത് ആത്മോപദേശത്തിന്റെ ആദ്യത്തെ പദ്യങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ അപാരമായൊരു കാരുണ്യം കൊണ്ട് തൃപ്പാദങ്ങൾ അവിടുത്തെ യൗവന ദിശയിൽ തന്നെ ലൗകിക ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി തിരിച്ചത് ഈ ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായി നിൽക്കുന്ന ധർമ്മിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയായി, ആധാരമായ പൊരുളിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയായി. അങ്ങനെ കണ്ടെത്തി ഗുരു. കണ്ടെത്തിക്കഴിഞ്ഞപ്പോഴോ ഒരേ സത്യം തന്നെയാണ് സകലതുമായി പ്രകാശിച്ചു നിൽക്കുന്നതെന്ന് ഗുരുവിനെ ബോധ്യപ്പെട്ടു. സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യം തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാനായതും ജനനി നവരത്നോജരി ഗുരു പറയുന്ന മാനായതും താനായതും ധര നദീ നാരിയം നരനവും
നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുന്നു. ഹേ നാദരൂപിണി അഹോ നാടകം. എല്ലാമായി പ്രകാശിച്ചു നിൽക്കുന്നത് ഒരേ സത്യം തന്നെയാണ്. ഗുരുവിൻ്റെ അനുഭവത്തിലൂടെ ഗുരുവിന് ആ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇവിടെ ശ്ലോകത്രയി കാണുമ്പോൾ വളരെ ചെറിയ ശ്ലോകങ്ങളാണ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്ഥി ധർമ്മീത്യനുമിതി കഥം ഭവതി വാഗതി അസന്യകൃഷ്ടസ്വാദസ്മിൻ പ്രത്യക്ഷം അനുമാനവ. ധർമ്മി അസ്ഥി ഇതി, ഈ ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമിതി ജ്ഞാനം കഥം ഭവതി, എങ്ങനെ ഉണ്ടാകാൻ. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഗുരു പ്രകാരം ഒരു സത്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന്. അപ്പൊ ഈ സത്യത്തിലേക്കുള്ള പാത വെട്ടിത്തെളിക്കുന്ന ചില പ്രമാണങ്ങൾ നമുക്കിവിടെ. അതുകൊണ്ടാണ് ഗുരു അത്തരം പ്രമാണങ്ങൾ അതൊരു പരിധിവരെ നമ്മെ പലതിനുമൊക്കെ സഹായിക്കുമെന്നുണ്ടെങ്കിലും അനുഭവ നിലയെ പ്രാപ്തമാക്കാനായിട്ട് ഈ പ്രമാണങ്ങളൊന്നും പര്യാപ്തമല്ല. എത്ര പഠിച്ചാലും നമ്മൾ ഇതിലേക്ക് അനുഭവജ്ഞാനിയായിത്തീരും, അദ്വൈതിയായിത്തീരും, അദ്വൈത അനുഭൂതി നമുക്കുണ്ടാകും. അതിന് പഠനമല്ല ആവശ്യം. അതിനാണ് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരതെര വീണു എന്നൊക്കെ ഗുരു പറഞ്ഞു. കരണവും ഇന്ദ്രിയവും കളയതരം തൊട്ടറിയും എന്നത് ജഗത്തും മൊത്തത്തിലെല്ലാം വരവിളി തന്നിൽ ഉയർന്ന ഭാനുമാന്തൻ തിരുവാണ് തിരഞ്ഞു പേരിടണം എന്നൊക്കെ ഗുരു അതിൻ്റെ മാർഗങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിലിപ്പോ ഗുരു പറഞ്ഞിരിക്കുന്നത് ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമതി ജ്ഞാനം എങ്ങനെ ഉണ്ടാകാം. അനുമതി ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുമതി ജ്ഞാനം പ്രത്യക്ഷം, അനുമാനം. അതില് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണും. നമ്മുടെ അറിവിനെ നമ്മൾ സാധൂകരിക്കുന്നതിനുള്ള ഉപാധികളാണ്. ഒന്ന് കണ്ണുകൊണ്ട് നേരിട്ട് കാണുക. ബ്രഹ്മത്തെ നമുക്ക് കണ്ണുകൊണ്ട് ഒരിക്കലും നേരിട്ട് കാണാൻ കഴിയും. അറിവിനെ, ശുദ്ധജ്ഞാനത്തെ. അപ്പോൾ കണ്ണുകൊണ്ട് നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ കഴിയില്ല. പിന്നെ അനുമതി ജ്ഞാനം എന്ന് പറയും. അനുമതി എന്ന് പറഞ്ഞാൽ അനുമാനിക്കലാണത്. നമ്മളൊരിക്കല് നമ്മുടെ വീട്ടിൽ അടുപ്പത്ത് തീ പുകയുന്നത് കാണുകയും ആ തീയിൽ നിന്ന് പുക ഉയരുന്നത് കാണുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളിൽ ഒരു ബോധം ഉണ്ടായി, എന്താ, തീ ഉണ്ട് എങ്കിൽ പുകയും ഉണ്ടാകും. അങ്ങനെ ഇരിക്കാലെയാണ് നമ്മളിങ്ങനെ ഒരു യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ദൂരെ വരും മല കാണുന്നു. ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പുക ഉയർന്നു പൊങ്ങുന്നതായി കാണും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നേരത്തെ അറിവുണ്ട്, തീ ഉണ്ടെങ്കിൽ ആ തീക്ക് പുകയും ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ മലമുകളിൽ പുക കാണുമ്പോൾ നമുക്കിവിടെ അനുമാനിക്കാൻ കഴിയും, എന്താണ്, മലയുടെ മുകളിൽ തീയുണ്ട് എന്ന് അനുമാനിക്കാൻ കഴിയും. അപ്പൊ അപ്രകാരം ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമതി ജ്ഞാനം എങ്ങനെ ഉണ്ടാകാനാണ് എന്ന് ഒരിക്കലും ഉണ്ടാകില്ല. ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമതി ജ്ഞാനം എങ്ങനെ ഉണ്ടാകാനാണ്? ധർമ്മി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ കാരണമായി നിൽക്കുന്ന, ഇതിനെല്ലാം കാരണമായി നിൽക്കുന്ന പരമമായ സത്യത്തെയാണ് ധർമ്മി എന്ന് പറയുന്നത്. അപ്പൊ ആ ധർമ്മി ഉള്ളതാണ് എന്നുള്ളത് അനുമതി ജ്ഞാനം കൊണ്ട് ഒരിക്കലും അറിയാൻ കഴിയും. അത് 31-ാമത്തെ പദ്യത്തിൽ ആത്മോപദേശത്തിൽ ഇത് പറയുന്നുണ്ട്. അനുഭവമാദിയിൽ ഒന്നിരിക്കലില്ലാതെ അനുമതിയില്ലിത് മുന്ന മക്ഷിയാല് അനുഭവിയാതതു കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവീല. അനുഭവമാദിയിൽ ഒന്നിരിക്കലില്ലാതെ,
അനുഭവം ഉണ്ട് എങ്കിൽ മാത്രമേ, ഇപ്പോ അടുപ്പത്ത് തീ പുകയുന്നത് കണ്ട അനുഭവം വെച്ചുകൊണ്ടാണ് മലമുകളിൽ പുക കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ തീ ഉണ്ട്. എന്നാൽ അത്തരം ഒരു അനുഭവം നമുക്ക് ഇല്ല എന്നിരിക്കട്ടെ, നമ്മൾ നാളെ ഇതുവരെ തീ കണ്ടിട്ടേ ഇല്ല എന്നിരിക്കും. അപ്പോൾ മലമുകളിൽ പുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അനുമാനിക്കാൻ കഴിയുമോ അവിടെ തീ ഉണ്ട്? നമ്മൾ നാളെ ഇതുവരെ തീ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അനുഭവം ആദിയിൽ ഒന്നിരിക്കലില്ലാതെ, ആ പ്രത്യക്ഷത്തിലുള്ള അനുഭവം ആദ്യം തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ അനുമാനിച്ചുള്ള അറിവ് ഒരിക്കലും ഉണ്ടാകുകയില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ പണ്ട് തീ കണ്ടിട്ടുണ്ട്, തീയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മലമുകളിൽ പുക കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവിടെ തീയുണ്ട്. അത്തരം ഒരു അനുഭവം ആദിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് അനുമാനിക്കാനും കഴിയില്ല. അപ്പൊ അനുമാനിച്ചുള്ള അറിവ് ഒരിക്കലും ഉണ്ടാകില്ല. അപ്പൊ ഈ ഒരു തുര്യവ് പ്രത്യക്ഷമായി അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് എല്ലാ ധർമ്മങ്ങൾക്കും ആധാരമായ ധർമ്മിയായ സത്യം ഉണ്ട് എന്നുള്ളത് അനുമാനം എന്ന പ്രമാണം കൊണ്ട് ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കും. അനുമാനം എന്ന പ്രമാണം, ഇതപ്പോൾ അനുമാനത്തെ ഒരു പ്രമാണമായിട്ടാണ് വേദാന്തികൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ പ്രമാണത്തെ ഗുരു ഇവിടെ റദ്ദാക്കി കളയുകയാണ്. കാരണം ഗുരു പറയുന്നത് അങ്ങനെ ഒരു ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമതി ജ്ഞാനം എങ്ങനെ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഇത് കണ്ടിട്ടുണ്ടാകണം, ധർമ്മിയെ കണ്ടിട്ടുണ്ടാകണം. അടുപ്പിൽ തീയെരിയുന്നത് കണ്ടവന് മാത്രമല്ല അതിൽ നിന്ന് പുക ഉയരുന്നതായിട്ട് ഉള്ള അനുഭവജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. അതില്ലാത്തവൻ ധർമ്മിയുണ്ട് എന്ന്, ഈ ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായ ഒരു ധർമ്മിയുണ്ട് എന്ന് എങ്ങനെ അറിയാനാണ്? അപ്പൊ പ്രമാണം വെച്ചുകൊണ്ടല്ല നമ്മൾ ഇവിടെ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത്, അനുഭവത്തിലൂടെയാണ് ഗ്രഹിക്കേണ്ടത് എന്നാണ് ഗുരുദേവൻ ഇവിടെ ഭാഗ്യന്തരേണ സൂചിപ്പിക്കുന്നത്. ധർമ്മി അസ്തി ഇതി അനുമിതി, അനുമതി ജ്ഞാനം കഥം ഭവതി, എങ്ങനെ ഉണ്ടാകാനാണ്? ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമതി ജ്ഞാനം, അനുമാനം കൊണ്ട് എത്തിച്ചേരുന്ന ജ്ഞാനത്തെയാണ് അനുമതി ജ്ഞാനം എന്ന് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാകാനാണ്? ധർമ്മി ഉള്ളതാണ്. ഇതിനെല്ലാം ആധാരമായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ലളിതമായി പറഞ്ഞാൽ, ദൈവം ഉള്ളതാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് അനുമാനിക്കാൻ കഴിയുക? നമ്മൾ ദൈവത്തെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട്? ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ദൈവം ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ലക്ഷണം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് ദൈവമാണ് എന്ന് നമുക്ക് പറയും. കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അനുമാനിച്ചുകൊണ്ട് എങ്ങനെ ദൈവം ഉള്ളതാണ് എന്ന് പറയാൻ കഴിയും? അതാണ് ഇവിടെ ചോദിക്കുന്നത്. അസ്തി ധർമ്മിത്യനുമിതി കഥം ഭവതി വാഗതി. വാക്കിന്റെ കാര്യത്തിൽ ശാസ്ത്ര എന്താണ് ആരാ പറഞ്ഞത്? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇടയ്ക്ക് ആരോ എന്തോ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. സ്വാമി, ആ വാഗവി എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് പറയാവോ? വാഗബി എന്ന് പറഞ്ഞാല് വാക്കിന്റെ കാര്യത്തിലും, അഥവാ ഈ വാക്ക് എന്നുള്ളത് മറ്റൊരു പ്രമാണമാണ്. വാക്ക് എന്നുള്ളത് സത്യദർശികളുടെ വചനത്തെയാണ് പ്രമാണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് മറ്റൊരു പ്രമാണമായിട്ടാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ സത്യസ്വരൂപികളുടെ വാക്കുകളെ പോലും ഗുരു ഇവിടെ തള്ളിക്കളയുകയാണെന്ന് നടക്കുന്നത്. അതാണ് ഗുരു ആത്മോപദേശകത്തിൽ പറഞ്ഞത്, ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം എന്ന് പറയും. ഈ പ്രമാണങ്ങളെയൊക്കെ അനുഭവമില്ലാതെ ഈ പ്രമാണങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പൊ വാക്ക് എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപികളുടെ വചനങ്ങൾ, അത് സത്യദർശനമായിരിക്കുന്ന അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് വാക്ക് അഥവാ ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ആ ശബ്ദപ്രമാണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വാക്കിന്റെ കാര്യത്തിലും വാക്കിന്റെ കാര്യത്തിലും ഈ ശാസ്ത്രപ്രമാണം അനുസരിച്ചുള്ള അറിവിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ അറിവ് നമുക്കുണ്ടാകുന്നത്? ധർമ്മിയുണ്ട് എന്നുള്ള അറിവ്, അത് സത്യസ്വരൂപികളുടെ വാക്കുകളിലും ഉണ്ട്. ദൈവം ഉണ്ട് എന്നുള്ളത്, കാരണം അത് അവരുടെ അനുഭവമാണ്. അപ്പൊ ഈ ജ്ഞാനം നമുക്കെങ്ങനെ ഉണ്ടാകാനാണ്? നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളിപ്പോ ഈ പാൽപ്പായസം ഏറെ രുചികരമായിട്ടുള്ള ഒരു ആഹാരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ വായിച്ചു എന്നിരിക്കട്ടെ. വായിച്ച് നമുക്ക് വലിയ പാണ്ഡിത്യത്തിൽ അതിനെക്കുറിച്ച് എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ പറ്റും. പക്ഷെ പാൽപ്പായസത്തിന്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു തവി പാൽപ്പായസം എടുത്ത് കുടിച്ചു നോക്കാം. എങ്കിൽ മാത്രമേ എന്താണ് പാൽപ്പായസം എന്ന് നമുക്ക്, അത് കാരണം അപ്പോഴേ നമുക്കിത് അനുഭവമാകുന്നുള്ളൂ. ബാക്കി അത്ര വേദങ്ങളും ഉപനിഷത്തുകളും പ്രമാണ ഗ്രന്ഥങ്ങളും പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നല്ല. അതുകൊണ്ട് അതിൻ്റെതായ പ്രയോജനമുണ്ട്, അതിലേക്കുള്ള ഒരു മാർഗം നമുക്ക് തെളിച്ചു തരും. പക്ഷെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അനുഭവജ്ഞാനികളാകുന്നില്ല എന്നത്. അനുഭവജ്ഞാനത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഇപ്പൊ ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാക് അഭി, ശബ്ദപ്രമാണം, അനുമിതി ജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുമാനം, പ്രത്യക്ഷ അനുമാനം, ഉപമാനം, അർത്ഥാപത്തി, അനുപത്തി തുടങ്ങിയ പല പ്രമാണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രമാണങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നാണ് ഗുരുവിടെ പറയുന്നത്. പ്രസക്തി ഇല്ല എന്ന് പറയാൻ കാരണം അതൊന്നും നമ്മെ അനുഭവത്തിലേക്ക് നയിക്കില്ല എന്നാണ്. അതുകൊണ്ട് വാഗബി അസന്നികൃഷ്ടത്വാദസ്മിൻ പ്രത്യക്ഷം അനുമാനവത്. അസ്മിൻ അസന്നികൃഷ്ടത്വാദ്, ഇതിൽ ഈ ധർമ്മിയെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾക്ക് സന്നികർഷകതയില്ലാത്ത അവസ്ഥയാണുള്ളത് എന്നതുകൊണ്ട് പ്രത്യക്ഷ ജ്ഞാനവും അനുമാനം പോലെ തന്നെ പ്രത്യക്ഷ ജ്ഞാനത്തെയും ഗുരുവിടെ നിഷേധിക്കുകയാണ്. നമുക്ക് ഇതിൽ ഈ ധർമ്മിയെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ധർമ്മിയെ കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ആത്മാവ് എന്ന് പറയുന്ന ഒരു സത്യം കുടികൊള്ളുന്നുണ്ട്. നിങ്ങളിൽ കുടികൊള്ളുന്നതും സർവവ്യാപിയായി നിൽക്കുന്നതും നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതുമായ പൊരുളാണ് ഈ ആത്മാവ്. ഈ ആത്മാവിന് ജനനമില്ല, മരണമില്ല എന്നും നിലനിൽക്കുന്ന പൊരുളാണ്. ആ ആത്മാവിനെ ഉദ്ദേശിച്ചാണ് ഗുരു ഗദ്യപ്രാർത്ഥനയിലൊക്കെ പറയുന്നില്ലേ, നാം ശരീരമല്ല അറിവാകുന്നു, ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു, ഇനിയും ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കും. ജനനം, മരണം, രോഗം, ദാരിദ്ര്യം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ആ രൂപത്തിൽ നമ്മിൽ കുടികൊള്ളുന്ന ഒന്നുണ്ട്. അതിനെയാണ് ഈ ആത്മാവെന്നോ അറിവെന്നോ ബ്രഹ്മമെന്നോ പല ദൈവമെന്നോ ഒക്കെ വിളിക്കുന്നു. അത് നമ്മിൽ കുടികൊള്ളുന്നുണ്ട്. നമ്മിൽ കുടികൊള്ളുന്ന ഈ സത്യത്തെ അറിയാനായിട്ട് പ്രത്യക്ഷം പ്രതി അക്ഷം എന്നാണ്. എന്ന് പറഞ്ഞാൽ അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അപ്പൊ പ്രത്യക്ഷ ജ്ഞാനവും അറിവിനെ അറിയുന്നതിന് പര്യാപ്തമല്ല എന്നാണ്. ആത്മാവിനെ അറിയുന്നതിന് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അവിടെ അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതുകയാണ് ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ സന്നികർഷകത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുന്നതിനെയാണ് സന്നികർഷകത എന്ന്.
ഇന്ദ്രിയത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നമ്മൾ കണ്ണിന്റെ വിഷയം എന്താ? രൂപങ്ങളാണ്, കാഴ്ചകളാണ്. അപ്പോൾ കണ്ണ് രൂപങ്ങളുമായി ബന്ധപ്പെടും. കണ്ണുകൊണ്ട് ഒരു കാഴ്ച കാണുന്നു, അതാണ് ഇന്ദ്രിയ സന്നികർഷം. ചെവി കൊണ്ടൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ മുഖേനയും നമുക്ക് ഈ ധർമ്മിയെ അറിയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഇത്തരം പ്രമാണങ്ങളെയെല്ലാം, മറ്റ് പ്രമാണങ്ങളെ കുറിച്ച് ഗുരു ഇവിടെ പറയുന്നില്ല. പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, ഈ 3 പ്രമാണങ്ങളെ കുറിച്ചാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രമാണങ്ങൾ കൊണ്ട് ധർമ്മിയായിരിക്കുന്ന പൊരുളിനെ അറിയാൻ കഴിയില്ല. അതാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുകയാണ് തുടർന്നുള്ള 2 ശ്ലോകങ്ങൾ. അപ്പൊ ഈ പദ്യത്തിന്റെ ഒരു സാരം എന്ന് പറയുന്നത് എത്രയോ ഉള്ളൂ. ധർമ്മം, ധർമ്മി എന്നിങ്ങനെ 2 ഉണ്ട്. ധർമ്മം പ്രത്യക്ഷമാണ്, ധർമ്മി അദൃശ്യമാണ്. ധർമ്മിയാണ് എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്ന സത്യം. ഈ ധർമ്മിയെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല. ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ കൊണ്ടും ധർമ്മിയെ അറിയാൻ കഴിയില്ല. ഇതാണ് ഈ പദ്യത്തിൽ ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നത്. 2-ാമത്തെ പദ്യം ന വിദ്യതേ അസ്തി ധർമ്മീതി പ്രത്യക്ഷം അനുമാനവത് മനോഭാവ ആദൗ നേതി ബോധ ഏവാവശിഷ്യതേ. അസ്തി ധർമ്മീ ഇതി, ധർമ്മിയുണ്ട് എന്നുള്ള പ്രത്യക്ഷ അനുഭവം ന വിദ്യതേ, ഒരിക്കലുമില്ല. ധർമ്മി ഉണ്ട് എന്നുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ 32-ാമത്തെ പദ്യത്തിൽ, ആത്മോപദേശത്തിന്റെ 32-ാമത്തെ പദ്യത്തിൽ 60 ധർമ്മിയല്ല ധർമ്മമാമി അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ എന്ന് പറഞ്ഞല്ലോ. ധർമ്മി ഉണ്ട് എന്നുള്ള പ്രത്യക്ഷാനുഭവം ഒരിക്കലുമില്ല. ധർമ്മി അദൃശ്യമാണ്, കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ അറിയാൻ കഴിയില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധർമ്മി ഉണ്ട് എന്നുള്ള പ്രത്യക്ഷ അനുഭവം ന വിദ്യത, ഒരിക്കലുമില്ല. അത് അനുമാനം കൊണ്ട് അറിയാൻ ഒക്കാത്തതുപോലെ തന്നെ മാനാഭാവ, അറിയുന്നതിനുള്ള പ്രമാണം ഇല്ലാത്തതിനാൽ അസൗ, അത് ധർമ്മി ഉണ്ട് എന്നുള്ളത് ഇല്ല തന്നെ. ഇത്തരത്തിൽ നോക്കുമ്പോൾ കേവലമായ അറിവ് മാത്രമാണ് ആവശ്യം. അപ്പൊ ഈ പ്രമാണങ്ങളെയൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ നേരത്തെ സൂചിപ്പിച്ച പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, ഉപമാനം, അർത്ഥാപത്തി, അനുപലബ്ധി തുടങ്ങിയ ഒട്ടേറെ പ്രമാണങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അത് തന്നെ നിഷേധിക്കുകയല്ല ഗുരു ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനിയാകാൻ കഴിയില്ല, നിങ്ങൾക്ക് ആത്മാവിനെ അറിയാൻ കഴിയില്ല, നിങ്ങളിൽ പൊരുളായിരിക്കുന്ന സത്യത്തെ അറിയാൻ കഴിയില്ല. ഈ പ്രമാണങ്ങളെല്ലാം പഠിച്ചതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതൊരു പഞ്ചസാര എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുത്ത് കഴിക്കുന്നു. പഞ്ചസാരയുടെ മധുരം നുകരണമെന്നുണ്ട്. പഞ്ചസാരയെ കുറിച്ച് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഒരു കാര്യം. 3-ാമത്തെ ശ്ലോകം അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം ധർമ്മധർമ്മിനോ അസൃഷ്ടസാഹചര്യാച്ച ധർമ്മിണ്യമനുഭൂത. സമയമായിരുന്നു. ഇതിന് ഈ ധർമ്മിക്ക് അസന്നികൃഷ്ടത്വാത്, ഇന്ദ്രിയങ്ങളുമായുള്ള സന്നികർഷം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിനാൽ പ്രത്യക്ഷം കുത, അതിനെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷ ജ്ഞാനം എങ്ങനെ ഉണ്ടാകാനാണ്? അപ്പൊ ധർമ്മിക്ക് ഒരിക്കലും ഇന്ദ്രിയങ്ങളുമായി സന്നികർഷകത ഉണ്ടാകുകയില്ല. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു വസ്തു നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം, എൻ്റെ മുമ്പിലിരിക്കുന്ന കസേരയും
എൻ്റെ മുമ്പിൽ കിടക്കുന്ന മേശയും ഒക്കെ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുന്നത് പോലെ ആത്മസ്വരൂപത്തെ, എന്നിൽ പൊരുളായി നിൽക്കുന്ന സത്യത്തെ എനിക്ക് കാണാൻ കഴിയില്ല. അതാണ് ധർമ്മിക്ക്, ഇതിനെ ഈ ധർമ്മിക്ക് ധർമ്മി അർത്ഥത്തിൽ വേണമെങ്കിലും പറയാം. ആ ധർമ്മി എന്നിൽ കുടികൊള്ളുന്നുണ്ട്. ഈ ധർമ്മിക്ക് ഇന്ദ്രിയങ്ങളുമായുള്ള സന്നികർഷം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിനാൽ ധർമ്മി ഒരിക്കലും ഇന്ദ്രിയങ്ങളുമായിട്ട് സന്നികർഷതയിൽ വരുന്നില്ല. കണ്ണുകൊണ്ട് കാണാനോ, ചെവി കൊണ്ട് കേൾക്കാനോ, മൂക്കുകൊണ്ട് മണക്കാനോ, നാവ് കൊണ്ട് രുചിക്കാനോ, ത്വക്കുകൊണ്ട് സ്പർശിക്കാനോ ഒരിക്കലും ധർമ്മിയെ അങ്ങനെ സ്പർശിക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. അതാണ് ധർമ്മി. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതി തന്നിൽ തന്നെ ആ സത്യത്തെ സാക്ഷാത്കരിക്കണം. എങ്കിൽ മാത്രമേ ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല, എളുപ്പവഴി വേറെ ഒന്നും. അപ്പോൾ ഇന്ദ്രിയങ്ങളുമായുള്ള സന്നികർഷം ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട്, ഇന്ദ്രിയങ്ങളുമായി ഒരിക്കലും സന്നികർഷത ഇല്ലാത്തത് കൊണ്ട് ധർമ്മിക്ക് സംബന്ധിക്കുന്ന പ്രത്യക്ഷമായ ജ്ഞാനം നമുക്കൊരിക്കലും ഉണ്ടാകില്ല. നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാത്തതാണ് ആത്മാവ്. ധർമ്മധർമ്മിണോ, ധർമ്മത്തിനും ധർമ്മിക്കും തമ്മിൽ അസൃഷ്ട സാഹചര്യാത്, സാഹചര്യം ഒരിക്കലും ഇരുന്നിട്ടില്ലാത്തതിനാൽ അനുമതി ച കുത, അനുമതിയെ സംബന്ധിച്ച് അനുമതി ജ്ഞാനവും എങ്ങനെ ഉണ്ടാകാനാണ്. ഈ ധർമ്മിയെ നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അനുമതി ജ്ഞാനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അടുപ്പിൽ പുക എരിയുന്നത് കണ്ട ഒരാൾക്ക് മാത്രമേ മലയുടെ മുകളിൽ പുക കാണുമ്പോൾ അവിടെ തീയുണ്ടെന്ന് പറയാൻ കഴിയൂ. നാളിതുവരെ തീയെ കാണാത്ത ഒരാളെ സംബന്ധിച്ച് അതൊക്കെ പറയാൻ പറ്റുമോ? അവിടെ പുക കാണുമ്പോൾ അവിടെ തീയുണ്ടെന്ന് പറയാൻ പറ്റും? കാരണം അയാൾ നാളിതുവരെ തീ കണ്ടിട്ടില്ല, പുകയും കണ്ടിട്ടില്ല. അപ്പോൾ പുക അവിടെ എങ്ങനെ ഉയർന്നപ്പോൾ അവിടെ തീയുണ്ടെന്ന് അയാൾ എങ്ങനെ പറയാൻ? കാരണം മുൻകൂട്ടിയുള്ള ഒരു ജ്ഞാനം ഉണ്ടാകണം. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്തതിനാൽ, ഏതിനുള്ള സാഹചര്യം? ഇവിടെ എന്തിനെ കുറിച്ച് പറയുന്നത്? ധർമ്മിയെ അറിയാനായിട്ടാണ്. ധർമ്മി, ആധാരമായി നിൽക്കുന്ന സത്യം, ആത്മാവ്. ഈ ആത്മാവിനെ നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടെങ്കിൽ പറയാമായിരുന്നു, ആത്മാവിന്റെ ലക്ഷണങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോൾ ഇത് ആത്മാവാണ് എന്ന് പറയും. മുൻപ് നമുക്ക് അതിൻ്റെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് അനുമതി ജ്ഞാനം എന്ന് പറയുന്ന ഒന്ന് നമുക്കില്ല അവിടെ. അപ്പോൾ ധർമ്മിയെ സംബന്ധിച്ച് അനുമതി ജ്ഞാനം എങ്ങനെ ഉണ്ട്? അപ്പൊ അനുമതി എന്ന പ്രമാണം വെച്ചുകൊണ്ട് അറിയാൻ കഴിയില്ല ആത്മാവിനെ. അപ്പോൾ ഇതാണ് സമയമായി എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇത് ഒരു ആമുഖമായിട്ട് മാത്രം നിങ്ങൾ എടുക്കാൻ മതി. ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് പ്രമാണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ: പ്രത്യക്ഷ, അനുമാനം, ഉപമാനം, ശബ്ദം, അനൂപലബ്ധി തുടങ്ങിയ ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളൊക്കെയാണ്. അതിനെല്ലാറ്റിനെയും ഗുരു ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഗുരു അപ്പോൾ ഈ ഒരു പ്രമാണങ്ങളൊക്കെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണും. മറ്റൊരു പ്രമാണമാണ് അനുമാനം, അനുമാനിക്കൽ. അതായത് ഈ മലമുകളിൽ പുക കാണുമ്പോൾ അവിടെ തീയുണ്ടെന്ന് അനുമാനിക്കൽ. പിന്നെ ശബ്ദം. ഈ 3 പ്രമാണങ്ങളാണ് ഇതിൽ ഗുരു വിശകലനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് ഇത് പറഞ്ഞത്. അനുഭവത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിനാണ് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓടുകയും ആദ്യ പദ്യങ്ങളിൽ ഗുരുദേവൻ പറഞ്ഞു വരുന്നത്. അനുഭവത്തിലൂടെ മുന്നേറുമ്പോൾ ഈ പ്രപഞ്ചമാകെ തന്നെ എന്താ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാളണയും
പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം എന്നൊക്കെ പറയുന്നു. ആ അനുഭവ നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇത്തരം പ്രമാണ ഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ സാധ്യമല്ല. അനുഭവമാണ് പ്രധാനം. അതിന് സാധനാനിഷ്ഠമായൊരു ജീവിതത്തിലൂടെ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ എന്ന് ഈ ശ്ലോകത്രയിലൂടെ ഗുരു പറഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി സ്വാമിജി. മഹാഗുരുവിന്റെ ദാർശനിക കൃതിയായ ശ്ലോകത്രയി ധർമ്മിയായ ശുദ്ധബോധത്തെ കണ്ടെത്തുവാൻ എന്താണ് ഉപായം എന്ന് മനസ്സിലാക്കി തരുന്ന സംസ്കൃത പദ്യകൃതിയാണ്. ശാസ്ത്രബോധത്തെ തനിമയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഈ കൃതി വളരെ ലളിതമായി വ്യക്തമായി ഉദാഹരണങ്ങളിലൂടെ അതിമനോഹരമായി സ്വാമിജി നമുക്കിന്നിവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അടുത്തതായി ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ഈ അവലോകനം നടത്തുന്നതിനായി ശ്രീമതി ജയ രതീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സംപൂജനായ സ്വാമിജി, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസാദ് കുമാർ സാറ്, മറ്റു പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ നമസ്തേ. ശ്ലോകത്രയി എന്ന കൃതിയെ വളരെ ഭയത്തോടുകൂടി ആണ് നോക്കിക്കണ്ടിരുന്നത്. അതിനകത്ത് ഇത്രയും ലളിതമായിട്ടുള്ള അർത്ഥങ്ങൾ ആണ് ഉള്ളടങ്ങി എന്ന് പറഞ്ഞാൽ അഗാധതയിലുള്ളതാണ്. വളരെ ലളിതമായിട്ട് തന്നെ സ്വാമി നമുക്ക് പറഞ്ഞു തന്നു. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ത്രയി 3 എന്ന് പറഞ്ഞുകൊണ്ട് അത് ആദ്യം തന്നെ ലളിതമാക്കി 3 ഉള്ളൂ. അതിനകത്തും പിന്നെയും ചെറുതാക്കി തന്നത് ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞതിന് ശേഷം അതിന് ഉദാഹരണ സഹിതം നമ്മൾ അനുഭവിയാതെ അറിവില്ല എന്ന് പറഞ്ഞിട്ട് സ്വാമി കണക്ട് ചെയ്ത് തന്നേക്കുന്നത് മുഴുവൻ ആത്മോപദേശ ശതകത്തിലൂടെയും ആത്മോപദേശ ശതകത്തിലെ 32ാമത്തെ മന്ത്രത്തിലൂടെയാണ് നമുക്ക് കൂടുതൽ സ്വാമി വളരെ ലളിതമാക്കി തരാൻ ശ്രമിച്ചത്. പിന്നെ കൂടാതെ അടുപ്പിലെ തീ അനുഭവിയാതെ അറിവില്ല എന്ന് പറഞ്ഞിട്ട് അടുപ്പിലെ തീ കണ്ട ആൾക്ക് മാത്രമേ മലമുകളിലെ തീ കാണുമ്പോൾ അതിനോടൊപ്പം പുകയുള്ള എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊപ്പം നമ്മളൊക്കെ കാണാൻ പാടില്ലാത്ത ആ ധർമ്മിയെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് വളരെ വളരെ ലളിതമായിട്ട് സ്വാമി പറയാനൊരു ശ്രമം നടത്തി. അതിൻ്റെ അഗാധത വളരെ കൂടുതലാണെന്ന് അറിയാം. ഒന്നുമല്ല സ്വാമി പറഞ്ഞത് എന്ന് സ്വാമി തന്നെ പറഞ്ഞിട്ട് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. പ്രത്യക്ഷം, അനുമാനം, ശബ്ദം എന്നീ 3 പദങ്ങളിലൂടെ 3 വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാവുന്നതല്ല. കാരണം ആ 5 ഇന്ദ്രിയങ്ങളെ അടക്കി വാണാൽ മാത്രമേ ഉള്ളിലുള്ള ശക്തി എത്രമാത്രമുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്വാമി നമുക്ക് വീണ്ടും വീണ്ടും വ്യക്തമാക്കി തന്നിട്ട് വീണ്ടും ഉദാഹരണങ്ങൾ, പഞ്ചസാരയുടെ കഥകളും പിന്നെ പാൽപായസത്തിനെ പഠിച്ചാൽ പോരാ അനുഭവിക്കണം എന്നതും പറഞ്ഞിട്ട് അവസാനം നമ്മുടെ സാധനാനിഷ്ഠമായ ജീവിതത്തിലൂടെ മാത്രമേ നമുക്കത് ലഭ്യമാകത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്വാമി കൺക്ലൂഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. വളരെയധികം സന്തോഷം സ്വാമി, നന്ദിയുണ്ട്. ഈ ശ്ലോകത്രയി എന്ന മന്ത്രം ഒന്ന് ഇവിടെ അടുക്കാനൊരു സന്തോഷം കൂടെ തോന്നി. ഇത്രയും നാളും ഒരു പ്രാവശ്യം പോലും ചൊല്ലാനുള്ള ഒരു ശ്രമം അതിനകത്ത് എന്തോ നമുക്ക് പറ്റില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ അത് പറ്റും എന്നത് മനസ്സിലാക്കി തരുവാനായിട്ട് സ്വാമിയുടെ ഈ ക്ലാസ് കൊണ്ട് സാധ്യമായിട്ടുണ്ട്. വളരെയധികം സന്തോഷം, നന്ദിയുണ്ട്. നന്ദി സ്വാമി. നന്ദി ജയ ടീച്ചർ. ഒരാളുകൂടെ അവലോകനം, ശ്രീ സുധീഷ് വൈക്കം. നമസ്കാരം സ്വാമി. നമസ്തേ. അങ്ങയുടെ വിവരണം ശരിക്കും പറഞ്ഞാൽ ആത്മോപദേശ ശതകം എന്ന മഹത്കൃതിയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ എഴുതിയെടുക്കുന്ന തിരക്കിൽ ചിലപ്പോഴൊക്കെ സ്റ്റക്കായി പോയപ്പോൾ വലിയ നിരാശയോടെ നോക്കിയിരുന്നു. എന്തായാലും നിസ്സാരമായിട്ടുള്ള ഒരു കൃതിയല്ല ശ്ലോകത്രയി. അത് ചെറിയ ഒരു കൃതിയാണെങ്കിൽ പോലും അതിനെ
വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മുടെ സ്വന്തം ഭഗവത്ഗീതയായിട്ടുള്ള ആത്മോപദേശ ശതകം ഊന്നിക്കൊണ്ട് അങ്ങ് ഇവിടെ പറയുകയുണ്ടായി. അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ജയ ടീച്ചർ നടത്തിയിട്ടുള്ള ഒരു മനോഹരമായൊരു ഔട്ട്ലൈനും പിന്നെ സ്മിത പ്രശാന്ത് നടത്തിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയ വിവരണമൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങേക്ക് ഇവിടെ ഞങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ടായി. അങ്ങേപോലെ പ്രത്യേകിച്ചും അദ്വൈതാശ്രമം പോലെയുള്ള ഒരു മഹത്തായ വലിയ സ്ഥാപനത്തിൻ്റെ ചുമതലയിൽ കൊണ്ട് ഞങ്ങളെ പോലെയുള്ള സാധാരണ ആളുകളിലേക്ക് ഇറങ്ങി വന്ന് അങ്ങ് വലിയ ഒരു ക്ലാസ് തന്നെ ഞങ്ങൾക്ക് തന്നു. അതിന് സംഘാടകരെന്ന നിലയിലും ഈ ഓർഗനൈസേഷൻ്റെ പേരിലും എല്ലാത്തിലും അങ്ങേക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ വളരെ നന്നായി എന്നുള്ള ഒരു അഭിപ്രായവുമുണ്ട്. ഇതിനു മുമ്പ് അങ്ങയുടെ ക്ലാസ്സുകൾ നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഞങ്ങളെപ്പോലുള്ള സാധു ജനങ്ങൾക്കുണ്ടായി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമസ്തേ. നന്ദി സുധീഷ് സാർ. മഹാഗുരുവിൻ്റെ ശ്ലോകത്രയി എന്ന കൃതി പഠിക്കുവാൻ അഥവാ മനനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സ്വാമിജിയുടെ വാക്കുകളിലൂടെ തന്നെ കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും ഇന്ന് സാധിച്ചു. ഇന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഗുരുവിൻ്റെ ഈ ദാർശനിക കൃതി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ശ്രീമദ് ധർമ്മ ചൈതന്യ സ്വാമിജിക്ക് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെയും ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സ്വാമിജിയുടെ തിരക്ക് പിടിച്ച ഒരുപാട് തിരക്കുണ്ട് സ്വാമിജിക്ക് എന്നറിയാം. ആ തിരക്കിനിടയിലും ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കാൻ സ്വാമി സമയം കണ്ടെത്തിയതിന് സ്വാമിയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്ന് ഈ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണെന്ന് അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരറിയിപ്പ് കൂടിയുണ്ട്. ഇനി ഏപ്രിൽ മാസം മുതലുള്ള ക്ലാസ്സുകൾ വ്യാഴാഴ്ച ദിവസം 8 മണിക്കാണ് ആരംഭിക്കുന്നത്. 8 മണി മുതൽ 9 മണി വരെ, വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും ഏപ്രിൽ മാസത്തെ ആദ്യത്തെ വ്യാഴാഴ്ച മുതൽ ക്ലാസ്സുകൾ നടക്കുക. സമർപ്പണ പ്രാർത്ഥനയാണ് ശ്രീമതി ആശാ ഷിബു. പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഇനി ഏവർക്കും ഈ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആകാവുന്നതാണ്. നമസ്തേ.